കൊച്ചിയുടെ തിരക്കുകളിൽ നിന്നൽപ്പം മാറി വൈപ്പിൻകരയിലെ സുന്ദരമായ കുഴിപ്പള്ളി ബീച്ചിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ബീച്ചിലേക്കുള്ള ഈ യാത്ര തന്നെ മനോഹരമാണ്. ഇരുവശവും പച്ചപ്പും കായൽ ഭംഗിയും നിറഞ്ഞ ഈ വഴിയിലൂടെയുള്ള യാത്ര മനസ്സിന് ഒരു പ്രത്യേക ഉന്മേഷം നൽകും. തിരക്കുകളിൽ നിന്ന് അല്പനേരം മാറി നിൽക്കാൻ മനസ്സ് വെമ്പുമ്പോൾ നമ്മെ സ്വീകരിക്കുന്നത് ഇതുപോലൊരു പാതയാണ്. കുഴിപ്പള്ളി ബീച്ചിലേക്കുള്ള ഈ വഴിയോരങ്ങൾ വെറുമൊരു കാഴ്ചയല്ല, അതൊരു വികാരമാണ്. ഇരുവശത്തും കായൽ പരപ്പുകൾ, അവിടെ നിശബ്ദമായി കാത്തുനിൽക്കുന്ന കെട്ടുവള്ളങ്ങൾ, ഒഴുക്കിനെ തോൽപ്പിച്ചും കൂസാതെയും വലയെറിയുന്ന മീൻപിടുത്തക്കാർ. അവരുടെ ഓരോ ചലനത്തിലും ഈ മണ്ണിന്റെ ജീവതാളമുണ്ട്. ഈ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആശങ്കകളെല്ലാം ആ കായൽക്കാറ്റിൽ മെല്ലെ മാഞ്ഞു പോകുന്നത് നമ്മൾ പോലും അറിയില്ല. േക്ക് തിരിയുന്ന ആ റോഡിന്റെ ഒരു വശത്തായി ചുവന്ന മേൽക്കൂരയുള്ള ഭംഗിയുള്ള ആ ചെറിയ ക്ഷേത്രം ശ്രദ്ധിച്ചോ? ശ്രീ ഭദ്രകാളി ക്ഷേത്രം. തീരത്തോട് ചേർന്നുള്ള ആ ശാന്തതയും പ്രാർത്ഥനയുടെ ഈ അലയൊലികളും ചേരുമ്പോൾ മനസ്സിന് ഒരു പ്രത്യേക ഉന്മേഷം തോന്നും. തൊട്ടപ്പുറത്തായി വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. അതുകൊണ്ട് വണ്ടി എവിടെ വയ്ക്കുമെന്ന ആവലാതിയേതുമില്ലാതെ നമുക്ക് ഈ തീരം ആസ്വദിക്കാം. പതുക്കെ കടലിന്റെ ഇരമ്പൽ കേട്ടുതുടങ്ങുന്നുണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ എൻട്രൻസ് ആണ്. കടൽ കാണുന്നതിനു മുൻപ് നമ്മളെ സ്വീകരിക്കുന്നത് തണൽ വിരിച്ചു നിൽക്കുന്ന ഈ വലിയ പൈൻ മരക്കാടുകളാണ്. ഈ കാഴ്ചയൊന്ന് നോക്കൂ. നീണ്ടു നിവർന്നു നിൽക്കുന്ന നൂറുകണക്കിന് പൈൻ മരങ്ങൾ, അവയ്ക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശവും മണലിൽ തട്ടിവരുന്ന കുളിർമയുള്ള കടൽക്കാറ്റും ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഈ മരത്തണലിലെ വിശ്രമവും അപ്പുറത്ത് കാണുന്ന ഓലമേഞ്ഞ ആ ചെറിയ കുടകളും ശരിക്കും പ്രകൃതിയുമായി അലിഞ്ഞു ചേരുന്ന ഒരു നിമിഷമാണിത്. വെയിലില്ലാത്ത ഈ മരച്ചുവട്ടിൽ എത്ര നേരം വേണമെങ്കിലും നമുക്കിരിക്കാം. ഈ പൈൻ മരങ്ങളുടെ ഭംഗി കണ്ടുകൊണ്ട് കടൽ കാണാൻ പോകുന്നത് ശരിക്കും വ്യത്യസ്തമായൊരു അനുഭവമാണ്. അവസാനം മൈനസ് ബീച്ച് കാണിക്കുന്ന ദൃശ്യം, അതെ, തിരക്കുകളില്ലാത്ത പ്രകൃതിയുടെ ഈ മനോഹാരിത നിറഞ്ഞ കുഴിപ്പള്ളി ബീച്ച് ശരിക്കും ഒരു വിസ്മയം തന്നെയാണ്. തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി ശാന്തതയൊരുക്കുന്ന ഒരിടം. കൊച്ചിയുടെ തിരക്കുകളിൽ നിന്നൽപ്പം മാറി വൈപ്പിൻകരയിലെ സുന്ദരമായ കുഴിപ്പള്ളി ബീച്ചിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ബീച്ചിലേക്കുള്ള ഈ യാത്ര തന്നെ മനോഹരമാണ്. ഇരുവശവും പച്ചപ്പും കായൽ ഭംഗിയും നിറഞ്ഞ ഈ വഴിയിലൂടെയുള്ള യാത്ര മനസ്സിന് ഒരു പ്രത്യേക ഉന്മേഷം നൽകും. പൈൻ മരങ്ങൾ കാണിക്കുമ്പോൾ ബീച്ചിലെത്തിയാൽ നമ്മെ ആദ്യം വരവേൽക്കുന്നത് ആകാശമുട്ടി നിൽക്കുന്ന പൈൻ മരങ്ങളാണ്. കാറ്റിലുലയുന്ന പൈൻ മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം ഈ ബീച്ചിനെ കൂടുതൽ സുന്ദരമാക്കുന്നു. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും ഏകാന്തത ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരിടം. ശാന്തമായ കടൽത്തീരത്ത് കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം സമയം ചെലവഴിക്കാൻ ഇതിലും നല്ലൊരു ഇടം വേറെയില്ല. വൈകുന്നേരങ്ങളിൽ കടൽത്തീരത്തെ കാറ്റേറ്റ് ആസ്വദിക്കാൻ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. ഏറ്റവും പുതിയതും ആവേശകരവുമായ ഒന്നാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. കടലിന് മുകളിലൂടെ നടക്കാനും തിരമാലകളുടെ താളത്തിനനുസരിച്ച് ഒഴുകി നീങ്ങാനും ഇത് സഞ്ചാരികളെ അനുവദിക്കുന്നു. നീലയും ഓറഞ്ചും നിറത്തിലുള്ള പ്ലാസ്റ്റിക് കട്ടകളാണ് ഈ പാലത്തിന്റെ അടിസ്ഥാനം. ഇവയെ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ HDPE ബ്ലോക്കുകൾ എന്ന് വിളിക്കുന്നു. ഇവയ്ക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ബോയൻസി വലിയ കഴിവുണ്ട്. ഓരോ ബ്ലോക്കും പരസ്പരം ശക്തമായി ബന്ധിപ്പിച്ചാണ് ഒരു പാലം രൂപപ്പെടുത്തുന്നത്. പാലം കടലിലേക്ക് ഒലിച്ചു പോകാതിരിക്കാൻ വലിയ ഇരുമ്പ് ചങ്ങലകളും ഭാരമേറിയ ആങ്കറുകളും ഉപയോഗിച്ച് കടൽത്തട്ടിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ടാകും. കുഴിപ്പള്ളി ബീച്ചിലെത്തുന്ന സഞ്ചാരികളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. തിരമാലകൾക്കൊപ്പം ആടി ഉലഞ്ഞുകൊണ്ട് കടലിന് മുകളിലൂടെയുള്ള ഈ നടത്തം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഉയർന്ന സാന്ദ്രതയുള്ള പ്രത്യേക പ്ലാസ്റ്റിക് ബ്ലോക്കുകൾ ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. സുരക്ഷയ്ക്ക് അതീവ പ്രാധാന്യം നൽകുന്ന ഇവിടെ ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചും ലൈഫ് ഗാർഡുകളുടെ കർശന മേൽനോട്ടത്തിലുമാണ് സഞ്ചാരികളെ പാലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. കടൽ ശാന്തമാണെങ്കിൽ പാലത്തിന്റെ അറ്റം വരെ പോയി കടലിന്റെ വന്യത ആസ്വദിക്കാനാകും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കടൽ പ്രക്ഷുബ്ധമായ സമയത്തോ വേലിയേറ്റ സമയത്തോ സുരക്ഷാ കാരണങ്ങളാൽ ഈ പാലത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കാറുണ്ട്. ഫോട്ടോ എടുക്കാൻ മികച്ച സ്ഥലമാണെങ്കിലും മൊബൈലും ക്യാമറയും വെള്ളത്തിൽ വീഴാതെ ശ്രദ്ധിക്കണം. അപ്പൊ എങ്ങനെയുണ്ട് മക്കളെ? നമ്മുടെ കുഴിപ്പള്ളി ബീച്ചിന്റെ വൈബൊക്കെ കണ്ടു സെറ്റായല്ലോ. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും. അതുകൊണ്ട് മറക്കാതെ അതൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. പിന്നെ എന്റെ വിവരണവും ഈ വീഡിയോയും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വലിയ കരുത്താണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പിന്നെ മച്ചാനെ, പോകുന്ന പോക്കിന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കൂ.